നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം രോഗികൾ എന്നെ കാണാൻ വരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഉള്ളം കൈയിലെ മരവിൽ. എന്താണ് ഇതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഉള്ളം കൈയുടെ സ്പർശനം കൈകാര്യം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് ഞരമ്പുകളാണ് നമ്മുടെ ഉള്ളം കൈയുടെ സ്പർശനം കൈകാര്യം ചെയ്യുന്നത്. 1, 2, 3 ഈ 3 വിരലുകളും നാലാമത്തെ വിരലിൻ്റെ പകുതിയും സ്പർശനം കൈകാര്യം ചെയ്യുന്നത് മീഡിയൻ നെർവ് എന്ന് പറയുന്ന ഒരു ഞരമ്പാണ്. ഈ ചെറുവിരലും നാലാമത്തെ നമ്മുടെ മോതിര വിരലിൻ്റെ പകുതിയും സ്പർശനം കൈകാര്യം ചെയ്യുന്നത് അൾനാർ നെർവ് എന്ന് പറയുന്ന ഞരമ്പാണ്. കഴുത്തിൻ്റെ പുറകിലുള്ള സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ കൂടിച്ചേർന്നാണ് ഈ മീഡിയൻ നെർവും അൾനാർ നെർവും രൂപപ്പെടുന്നത്. ഈ മരവൽ ഈ ഞരമ്പിൻ്റെ ഡാമേജ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് പലതരത്തിലാകാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കംപ്രഷൻ. മീഡിയൻ നെർവ് ആണ് കംപ്രഷൻ കൊണ്ട് മരവലുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ ഞരമ്പ്. ഈ ഞരമ്പിന് കംപ്രഷൻ വരുന്നത് നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഭാഗത്താണ്. അപ്പോൾ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഞരമ്പിന് കംപ്രഷൻ വരുമ്പോൾ ഉള്ളം കൈ മരയ്ക്കുകയും പ്രധാനമായിട്ടും ഈ 3 വിരലുകൾ പിന്നെ നാലാമത്തെ വിരലിൻ്റെ പകുതിയും മരവിപ്പുണ്ടാകും. നിങ്ങൾക്കിൽ പല ആൾക്കാർക്കും കൈമുട്ട് ഇടിക്കുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് കയ്യിലേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഇത് അൾനാർ നെർവ് എന്ന് പറയുന്ന ഞരമ്പ് കംപ്രഷൻ ഉണ്ടാകുന്നതുകൊണ്ട്. അൾനാർ നെർവിൻ്റെ കംപ്രഷൻ ഈ കൈമുട്ടിൻ്റെ ഈ ഉൾഭാഗത്തായിട്ട് ഇവിടെ ഞെങ്ങുമ്പോഴാണ് ഈ ചെറുവിരലിനും നാലാമത്തെ വിരലിൻ്റെ പകുതി ഭാഗത്തേക്കും തരിപ്പും മരവിപ്പും ഉണ്ടാവുക. പിന്നെ തീർച്ചയായിട്ടും ഈ ഞരമ്പുകൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ കഴുത്തിലെ കശേരുക്കളുടെ അവിടെ നിന്നാണ്. ഞരമ്പിന് കംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡാമേജ്, അത് പ്രായം കൊണ്ടുള്ള തേയ്മാനമാകാം, കഴുത്തിൽ വരുന്ന ട്യൂമറുകളാകാം, കഴുത്തിലെ കശേരുക്കളുടെ അവിടെ വരുന്ന ഇൻഫെക്ഷനുകളാകാം. ഇങ്ങനെയുള്ളത് കഴുത്തിൽ ഡാമേജ് ഉണ്ടാക്കിയാൽ പെടലി വേദനയും കൈ കഴയ്ക്കുകയും അതിൻ്റെ ഒപ്പം ഉള്ളം കൈയിൽ മരവിപ്പ് ഉണ്ടാകും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം കൈയിലേക്കുള്ള രക്തയോട്ടം ബാധിക്കപ്പെടുകയാണ്. പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലാർ ഡിസീസ്. പുകവലിക്കാരിലൊക്കെ കൈയിലേക്കുള്ള രക്തയോട്ടം, രക്തക്കുഴലുകളുടെ ചുരുക്കം കാരണം ഡാമേജ് ആയാൽ, പിന്നെ ചില കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന അസുഖങ്ങളിലൊക്കെ കയ്യിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ട് കൈ നീല നിറത്തിലാവുകയും മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്യാം. ഇതിന് റെയ്നോട്ട്സ് ഫിനോമിനൻ എന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ മരവിൽ വരിക എന്നുള്ളതാണ് ഈ കംപ്രഷൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളത്. രക്തയോട്ടത്തിൻ്റെ കുറവ് കൊണ്ടാണ് എങ്കിൽ പലപ്പോഴും ഈ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും മരവൽ കൂടുതലായി അനുഭവപ്പെടുക. ഉള്ളംകൈയുടെ മരവൽ മാത്രമല്ല, മറ്റു ശരീരഭാഗങ്ങളിലും മരവലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കാലിലും മരവൽ അതിനോട് ചേർന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് അസുഖങ്ങളുടെ കൊണ്ടാണോ എന്നത് നമ്മൾ ചിന്തിക്കണം. പ്രമേഹം കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട്, മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട്, തൈറോയിഡ്, യൂറിക് ആസിഡ്, പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ഭാഗമായി ശരീരഭാഗത്തിൽ പല സ്ഥലങ്ങളിലും മരവലുണ്ടാകുന്നതിനോടൊപ്പം ഉള്ളം കൈ മരയ്ക്കാം. അപ്പോൾ കംപ്രഷൻ, കൈയിലേക്കുള്ള രക്തയോട്ടക്കുറവ്, പിന്നെ ശരീരത്തിൽ ഉള്ള അസുഖങ്ങളുടെ ഭാഗമായി ഞരമ്പുകൾ ഡാമേജ് ആകുമ്പോൾ ഈ കാരണങ്ങളാലെല്ലാം മരവലുണ്ടാകാമെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മറ്റ് ചില കാരണങ്ങളുമുണ്ട്. തലച്ചോറിൻ്റെ ഉള്ളിൽ ഉള്ള ഡാമേജ്, അത് തലച്ചോറിലുണ്ടാകുന്ന ക്ലോട്ടാകാം, ഞരമ്പിന് ഡാമേജ് ഉണ്ടാക്കുന്ന ചില ഡീമൈലിനേഷൻ പോലെയുള്ള അസുഖങ്ങൾ വന്നാൽ ആ സമയത്തും നമുക്ക് കൈ മരവലുണ്ടാകാം. പക്ഷേ തലച്ചോറിൽ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്നതനുസരിച്ച് ഈ മരവിലിനോടൊപ്പം രോഗികൾക്ക് തലവേദനയോ ഓർമ്മപ്പെശകോ സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഒപ്പം ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കോർത്തിണക്കി മരവൽ എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീണ്ടു നിൽക്കുന്ന കൈയുടെ മരവിലുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ച് താമസിക്കാതെ തീർച്ചയായിട്ടും
ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും. നന്ദി.